കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇത് അന്വേഷിക്കാൻ, ഇത് ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ഒരു ഭീകര പ്രവർത്തനമാണ്. CBIയെ ചുമതലപ്പെടുത്തി NIA പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത കത്താണ് നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാനൂർ ബോംബ് സ്ഫോടനം CBI അന്വേഷിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഉന്നയിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് MM ഹസൻ കത്തും നൽകി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPM-ഉം പ്രതികളെ പിന്തുണയ്ക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. കേരള പോലീസിന് കേസ് അന്വേഷിച്ച് തെളിയിക്കാനാവില്ല എന്നാണ് വാദം. ബോംബ് നിർമ്മിക്കുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നും നടപടിയെടുക്കുമെന്നും കുറ്റത്തോട് മൃദു സമീപനമില്ല എന്നും പറയുന്ന മുഖ്യമന്ത്രി, പക്ഷേ ബോംബ് നിർമ്മിക്കുന്നതിനിടെ മരിച്ചയാളുടെ വീട്ടിൽ പോയതിൽ അസ്വാഭാവികതയില്ല എന്നാണ് പറയുന്നത്. അന്തിമോപചാരം അർപ്പിക്കാൻ മനുഷ്യത്വപരമായ സന്ദർശനം എന്നാണ് CPM നേതാക്കൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് പിണറായി വിജയൻ ന്യായീകരിക്കുന്നത്. ബോംബ് നിർമ്മാണം ഭീകരപ്രവർത്തനമാണ് എന്ന കോൺഗ്രസിൻ്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ? ബോംബുണ്ടാക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരം? ലക്ഷ്യമിട്ടത് ആരെ? പ്രാദേശികമായ അടിപിടിയാണ് ബോംബ് നിർമ്മാണത്തിന് ഇടയാക്കിയത് എന്ന പോലീസിൻ്റെ കണ്ടെത്തൽ എത്രമാത്രം ശരിയാണ്? നിഷ്പക്ഷമായ ഒരു കേസ് അന്വേഷിച്ച് വാസ്തവം പുറത്തു കൊണ്ടുവരാൻ സംസ്ഥാനത്തെ അന്വേഷണ സംവിധാനത്തിന് കഴിയില്ലേ? പാനൂരിൽ CBI വേണം. പ്രൈം ഡിബേറ്റിൽ എന്നോടൊപ്പം ചേരുന്നു അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇടത് സഹയാത്രികൻ, മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, ഒപ്പം മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് T അസഫ് അലി, ഒപ്പം BJP നേതാവ് ഉല്ലാസ് ബാബു. ആദ്യം ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക്. ശ്രീ ഉല്ലാസ് ബാബു, കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളും യൂത്ത് ലീഗ് നേതാക്കളും ഇന്ന് പാനൂർ സന്ദർശിച്ചു. അവർ ഉന്നയിച്ച ഒരു പ്രധാന വാദം, ഇത്തരത്തിൽ NIA അന്വേഷണം വേണം എന്നതാണ് അവരുടെ വാദം. ഹസനും CBI അന്വേഷണത്തിലൂടെ NIA-യിലേക്ക് കാര്യം കൈമാറണം എന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ച ഒരു പ്രധാന കാര്യം, എന്തുകൊണ്ടാണ് BJP അതിന് തയ്യാറാകാത്തത് എന്നാണ് അവർ ചോദിക്കുന്നത്. BJPയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വാദം വരുന്നില്ലല്ലോ, എന്തുകൊണ്ട് എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, കേന്ദ്ര ഏജൻസികളോടൊക്കെ പരിപൂർണ വിശ്വാസം കാണിച്ചത് വളരെ സന്തോഷം. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ഇവരാവശ്യപ്പെട്ടല്ലോ. കേന്ദ്ര ഏജൻസികൾക്ക് നേരെയായിരുന്നു കുറച്ചു നാൾ മുന്നേ വരെ. ഇപ്പൊ എന്തായാലും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. കേരളത്തിലെ ഏജൻസികൾ അന്വേഷിച്ചാൽ ശരിയാകുന്നില്ല പല കാര്യങ്ങളും എന്നുള്ള ബോധം MM ഹസനും മറ്റ് കോൺഗ്രസിനും സംഭവിച്ചു. അതവിടെ ഇരിക്കട്ടെ. രണ്ട് കാര്യം, BJP-യും ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയും തമ്മിലൊരു നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങൾ എടുത്താൽ ഇവർ തമ്മിൽ എത്ര കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ്സുകാരും പറയും ഞങ്ങളും ഇടതുപക്ഷവും. അല്ല, പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ ഉല്ലാസ് ബാബു, ഈ ബോംബ് ആരെ ലക്ഷ്യമിട്ടാണെന്നാണ് BJP ധരിക്കുന്നത്? ഈ പാനൂരിൽ ഉണ്ടാക്കിയ ബോംബ് ആരെ ലക്ഷ്യമിട്ടായിരിക്കും എന്നാണ് BJP ധരിക്കുന്നത്? എന്താ സംശയം? BJP-യുടെയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും ആളുകൾ കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കേരളത്തിലുടനീളങ്ങളും അനുഭവിച്ചു വന്നിട്ടുള്ള വേട്ടയാടലുകൾ ചെറുതാണോ? ഇവരിട്ട ബോംബുകൾ ചെറുതാണോ? ഇവർ വെട്ടിക്കൊന്നിട്ട് തല്ലിക്കൊന്ന്. അല്ല, പക്ഷെ അങ്ങനെയെങ്കിൽ നിങ്ങൾ അത് ഒരു വലിയ വിഷയമായി ഉന്നയിക്കാത്തത് എന്തുകൊണ്ട്? അത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് K. സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന മാത്രം കണ്ടു. അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് അതിൽ ഒരു ശക്തമായൊരു നിലപാട് നിങ്ങൾ പറയുന്നില്ല? ഗണപതി വട്ടത്തിൻ്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ അതിലേക്ക് മാറ്റണം, ആ വിവാദമൊക്കെ ഉയർത്തുന്നത് പോലെ കുറെ കൂടി ശക്തമായി ഈ വിഷയം വരാത്തതെന്ത്? അല്ല, നിങ്ങളുടെ ചെവി K. സുരേന്ദ്രൻ പറയുന്നതിലേക്ക് കൃത്യമായി കേൾക്കാതെയാണ്. അത് മാധ്യമ പ്രവർത്തനത്തിന്റെ ചില ശൈലികളുടെ വ്യത്യാസമാണ്. K. സുരേന്ദ്രൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പാനൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കേരളത്തിൽ CPM അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ നോക്കൂ. ഇവർ ഇസ്രായേലിലും ഉക്രൈനിലും നടക്കുന്ന യുദ്ധത്തിന് എതിരായിക്കൊണ്ടും സമാധാന ചർച്ച നടത്തുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ
സംഘടനക്കാർ, സ്വന്തം രാഷ്ട്രീയ പാർട്ടിക്കാർ ബോംബുണ്ടാക്കി അത് വലിച്ചെറിഞ്ഞ് ജനങ്ങളെ ഉപദ്രവിച്ച് ജനങ്ങളെ ആക്രമിച്ച് തല്ലിക്കൊല്ലുന്ന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നതിലെ വൈരുദ്ധ്യങ്ങളടക്കം ഞങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. അന്വേഷണത്തിന്റെ രീതിയിൽ തന്നെ നടക്കണമെന്നുള്ള രീതിയാണ്. കുറ്റക്കാർ ആരാണെങ്കിലും അവരെ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. എന്നോടൊപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, എൻ്റെ ചെവി ശരിയല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ശ്രീ ഉല്ലാസ് ബാബു പറയുന്നത്. BJP വലിയ ശക്തമായി തന്നെ ഈ കേസിൽ വലിയ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നു എന്ന് കരുതുന്നു. ഏതായാലും എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകരാണല്ലോ ശ്രീ ജോർജ് പൊടിപ്പാറ. അങ്ങേക്ക് തോന്നിയോ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് ചെന്നു, ഇനി കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ടേക്ക് പോകുന്നു, അടുത്ത ദിവസം VD സതീശനും അവിടെ എത്തുമെന്ന് അറിയിക്കുന്നു. ആ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പോലത്തെ ഒരു ശക്തമായ പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്ന് കാണാൻ താങ്കൾ കഴിഞ്ഞു. എന്താണ് താങ്കൾ അതേപ്പറ്റി പറയുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പല വിഷയങ്ങളിലും BJP ഇടപെടുന്ന ആ ഒരു സീരിയസ്നെസ്സിൽ ഈ വിഷയത്തിൽ ഇടപെട്ടതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും വലിയ നേതാക്കൾ ഒരു പതിവ് പ്രസ്താവന അല്ലെങ്കിൽ ഒരു സാധാ പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയോ ഇതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയോ ഇതിൽ CPMന്റെ പങ്കിനെ കുറിച്ച് വളരെ ശക്തമായ രീതിയിൽ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആരോപിക്കുകയോ ഒന്നും ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത്. നേരെ മറിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ പ്രതിഷേധവും അതിശക്തമായ ഇടപെടലുമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ KPCC ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ MM ഹസൻ തന്നെ പറഞ്ഞു, ഇത് കേരള പോലീസ് അന്വേഷിച്ചതുകൊണ്ട് കാര്യമില്ല, ഇതൊരു ഭീകരപ്രവർത്തനമാണ്. ബോംബ് സ്ഫോടനം എന്ന് പറയുന്നത് ഭീകരപ്രവർത്തനമാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ കാലത്ത് അത് വളരെ ഗൗരവമായ ഒരു കുറ്റമാണ്. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഇത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളവർ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ സംരക്ഷണം ഉള്ളവരാണ്. അതുകൊണ്ട് കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചാൽ അത് തെളിയിക്കപ്പെടില്ല. അതുകൊണ്ട് നിഷ്പക്ഷമായ ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി NIA അതുപോലുള്ള ഭീകരപ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്ന ഏതെങ്കിലും ഏജൻസി ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി പറയുന്നു. KPCC പ്രസിഡന്റ് തന്നെ വളരെ ആധികാരികമായിട്ട് ഈ ആവശ്യം ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഈ ആവശ്യം ഉന്നയിച്ച് കത്തയക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവരിത് എത്രത്തോളം ഗൗരവമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ വടകര നിയോജക മണ്ഡലത്തിൽ ഒരു വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ട് ഒരുപക്ഷെ BJP ഇതിനെ കാണുന്നുണ്ടാവില്ല. അവിടെ CPMഉം കോൺഗ്രസും തമ്മിലാണ്, അല്ലെങ്കിൽ LDFും UDFും തമ്മിലാണ് വളരെ ശക്തമായ മത്സരം നടക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെയുള്ള ഏറ്റവും തീപാറുന്ന പോരാട്ടം. ഈ സാഹചര്യത്തിൽ അവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. വളരെ ശക്തമായ പോരാട്ടം അല്ലെങ്കിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഈ ബോംബ് സ്ഫോടനം ആർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്തെ പ്രതികൾ അല്ലെങ്കിൽ അറസ്റ്റിലായവരെല്ലാം DYFIക്കാരോ അവരുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ആ സംഘടനയുമായിട്ട് ദീർഘകാല ബന്ധമുള്ളവരോ, ഒരുപക്ഷെ അവരെ സമീപകാലത്ത് വേറെ എന്തെങ്കിലും കാരണത്താൽ മാറ്റി നിർത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനത്തിനെന്ന പേരിൽ അല്ലെങ്കിൽ അവിടെ എത്തിയവരും പിന്നീട് അറസ്റ്റിലായവരും ഒക്കെ DYFIയുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളോ ഒക്കെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ അതിന്റെ ഒരു തിരിച്ചടി ഉണ്ടാവുക LDFനാണ്. ആ തിരിച്ചടി കൂടുതൽ ശക്തമാക്കി അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് UDF നടത്തുന്നത്. അത് വളരെ സ്വാഭാവികമാണല്ലോ. ഇതുപോലെ ഒരു ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു അവസരം വീണ് കിട്ടിയാൽ അത് ആരാണ് ഉപയോഗിക്കാതിരിക്കുക? ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ ഉല്ലാസ് ബാബു, അതാണ് വിജയപ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതൊരു ശക്തമായ വിഷയമാക്കി ഉന്നയിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു? ഒരുപക്ഷെ K. സുരേന്ദ്രൻ്റെ ഒരു ചെറിയ പ്രസ്താവന കൊണ്ട് മാത്രം ഒതുക്കേണ്ട ഒരു വിഷയമാണോ ഇത്തരം ഒരു വലിയ സ്ഫോടനം നടക്കുന്നു, അവിടെ ഒരാൾ മരിക്കുന്നു, പിടിയിലാകുന്നത് മുഴുവൻ DYFI പ്രവർത്തനം? സ്വാഭാവികമായും നിങ്ങൾ തമ്മിൽ ഒരു നെക്സസ് ഉണ്ട് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന എങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? പൂർണ്ണമായിട്ട് അവരെ കുറ്റം പറയണം. അത് മനുവിന് കഴിയില്ല. കാരണം മനു ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ അവർ പറഞ്ഞ കാര്യം എന്നോട് ചോദിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് മനു ചോദിച്ചു, സ്വാഭാവികം. പക്ഷെ വളരെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ ജോർജ് പൊടിപ്പാറ സാർ, ഞങ്ങളൊരു കാര്യം വളരെ വ്യക്തമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നമ്പർ 1 എന്ന് പറയപ്പെടുന്നത് സംസ്ഥാന അധ്യക്ഷനാണ്. ആ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അന്വേഷണം നടക്കണം, കുറ്റവാളികളെ കൃത്യമായി അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം. ഒപ്പം തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകൾ നടത്തുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ അടിവേരിലേക്ക് ഈ അന്വേഷണം പോകണമെന്നുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ യുവമോർച്ചയുടെ നമ്പർ 1 അദ്ദേഹം വടകര സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹവും അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ
ഇവിടെ BJP പറയാത്തതാണ്, അല്ലെങ്കിൽ BJP പറഞ്ഞത് ചെറുതായിട്ടാണ് പറഞ്ഞത്, അത് വലുതായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ അതൊരു മാധ്യമ സൃഷ്ടിയായിട്ട് കാണാനേ സാധിക്കുന്നുള്ളൂ. നമ്മൾ ഇവിടെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ബോംബ് ഉണ്ടാക്കുന്നു, എന്താ അവിടെ നടക്കുന്നത്? ഇവിടെ ലോകം പുരോഗമിക്കുന്ന സമയത്ത് കുപ്പിച്ചില്ലും ആണിയും അതേപോലെ പഴയ തുരുമ്പും ഇരുമ്പും വെച്ചിട്ട് കുറെ പിള്ളേർ ഇരുന്നിട്ട് ബോംബ് കച്ചവടം നടത്തുകയാണെന്ന് പറഞ്ഞാൽ അതിന് സുരേന്ദ്രന്റെ വാക്കുകളുടെ ശബ്ദം ഇടറിപ്പോയി എന്നുള്ളതല്ല ചർച്ച നടത്തേണ്ടത്. ഇതേപോലെയുള്ള ഒരു പുതിയ ഒരു യുവതലമുറയെ നശിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടന കൊണ്ടുപോകുന്നത് എന്തിനാണ്? അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നത് വികസനത്തിന്റെ കാര്യത്തിലാണ്. ആ സമയത്ത് ഞങ്ങൾ സ്റ്റാർട്ടപ്പ് പദ്ധതികളും സ്റ്റാൻഡപ്പ് പദ്ധതികളും പറയുമ്പോൾ, മേക്ക് ഇൻ ഇന്ത്യ പറയുന്ന സമയത്ത് പിണറായി വിജയൻ അവരുടെ നേതാക്കന്മാരോടും മണികളോടും മേക്ക് ഇൻ കേരള എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ഈ ശീല ബോംബ് ഉണ്ടായിട്ട് ആളുകളെ തല്ലിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണോ? MM ഹസൻ ഇപ്പോഴാ അത് ഉദിച്ച് എത്ര കാലമായി ഇവർ ഈ അഭ്യാസം തുടങ്ങിയിട്ട്? ഇവരുടെ എത്ര ആളുകളെ കൊണ്ടുവന്ന സമയത്തും കൊന്ന സമയത്തും ഇവരെ ഉപദ്രവിച്ച സമയത്തൊക്കെ ഇവരൊക്കെ മൃദു സമീപനം നടത്തിയിട്ടുള്ള ചരിത്രമൊക്കെ ഈ കേരളത്തിലില്ലേ? എന്താ കുഞ്ഞാനന്ദന്റെ വിഷയത്തിനകത്ത് കോൺഗ്രസുകൾ പതുക്കെ പറഞ്ഞു പോയി? മനുവിന്റെ ഭാഷ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ കുഞ്ഞാനന്ദന്റെ ഭാര്യയോട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താ ഇടതുപക്ഷക്കാര് മൗനം ത്തിലിരുന്നത്? എന്താ വലതുപക്ഷക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ അത് വല്ലാണ്ട് കയറി കടിക്കാഞ്ഞത്? അപ്പോ അവിടെ ചെറുതായി പറഞ്ഞു എന്ന് എന്റെ മനുഭരതിന് തോന്നിയില്ല. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് എല്ലാറ്റിന്റെയും ഒരു അറ്റത്ത് BJPയെ കൊണ്ടുകെട്ടണം. BJP കൃത്യമായി BJP അല്ലാതെ ഈ കേരള രാഷ്ട്രീയത്തിൽ ആരാണ് ഇതുപോലെയുള്ള ഇടതുപക്ഷക്കാരുടെ തനി തെമ്മാടിത്തരം എന്ന ഭാഷ ഉപയോഗിക്കേണ്ട ഇതുപോലുള്ള ആക്രമണ സ്വഭാവമുള്ള ശൈലി എതിർക്കുക? വേറെ ആരാ കോൺഗ്രസ് എതിർക്കുക? മനു ഒന്ന് കേരള രാഷ്ട്രീയത്തിലെ ചരിത്രം നോക്ക്. ഞങ്ങളല്ല ആരാണ് ഇവരെ പ്രതിരോധിച്ചിട്ടുള്ളത്? ഇവരുടെ കൊലപാതകവും വെട്ടൂത്തിയും വടിവാളും ബോംബേറും ബോംബുണ്ടാക്കലും കൊല്ലലും കൊലവിളിക്കലും എന്തെല്ലാം ഭംഗിയായിട്ടല്ലേ ഇവർ തള്ളി പറയുന്നത്? ഒരു ഉളുപ്പുമില്ലാത്ത ഭംഗിയായി ധിക്കാരപൂർവ്വം അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇവരുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ, എന്താ ഞങ്ങൾക്കൊരു പങ്കുമില്ല, ഞങ്ങളായിട്ടൊരു ബന്ധവുമില്ല, അത് ഞങ്ങളുടെ പേര് ചാർത്താൻ നോക്കണ്ട. ഇവരെന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞോ ശബ്ദം കുറച്ചിട്ടാണ് മാഷ് പറയുന്നത് നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ വിഷയത്തിൽ വികസനമല്ല കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. കേരള രാഷ്ട്രീയം ബോംബുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇടതുപക്ഷ പാർട്ടി കൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ ഇവിടെ വികസനമാണ് ചർച്ച ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പാണ്, ഡെവലപ്മെന്റ് ആണ് ഞങ്ങൾക്ക് ആവശ്യം. യുവജന വിഭാഗം ബോംബുണ്ടാക്കാനല്ല പഠിക്കേണ്ടത്, മറിച്ച് ഈ നാടിന് വ്യക്തമാണ്. ഞാൻ ഒന്നുകൂടി ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് പോകാം. ശ്രീ ജോർജ് പൊടിപ്പാറ, അങ്ങനെ വികസനം ഒരു അജണ്ടയായി മാത്രം തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് കൊണ്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് നൽകുന്നു എന്ന വാദം ഉണ്ട് ഉല്ലാസ് ബാബു. ഒപ്പം ഈ കോൺഗ്രസിന് മറ്റു പല ഘട്ടങ്ങളിലും ചില മൃദു സമീപനം ഉണ്ടായി എന്നൊക്കെ പറയുന്നുമുണ്ട്. അതൊക്കെ അവിടെ പോട്ടെ. പക്ഷേ സ്വാഭാവികമായും ഇനി CBIയോ NIAയോ വന്നാൽ എന്ത് സംഭവിക്കുമെന്നൊരു ചോദ്യം കോൺഗ്രസിന് മുന്നിലില്ലേ? കോൺഗ്രസ് ദേശവ്യാപകമായി കേന്ദ്ര ഏജൻസികൾ അവരെ വേട്ടയാടുന്നു എന്ന് ആരോപിക്കുന്നവരാണ്. അങ്ങനെ ഉള്ള ഒരു ആരോപണം കേരളത്തിൽ വരുമ്പോൾ മാറ്റിപ്പറയുന്നു എന്ന് CPM പലപ്പോഴും അവരെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു പ്രശ്നവും ഇതിൽ ഉദിച്ചു വരില്ലേ? മനു, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉല്ലാസ് ബാബു പറയുന്ന ഒരു പോയിന്റ്, അതായത് BJP CPM-നോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ല. കാലാകാലങ്ങളിൽ CPM-നോട് ഈ ബോംബിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റു കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഇതിലൊക്കെ കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം, ആ മേഖലയിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ CPM-ഉം BJP-യും അല്ലെങ്കിൽ RSS-ഉം തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് നടന്നത്. കൊലപാതക പരമ്പരകൾ തന്നെ നടന്നു നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു പോയിന്റ്, അതായത് ഞങ്ങൾ ഒരു കാലത്തും CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ മൃദു സമീപനമോ അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ നടത്തിയിട്ടില്ല. നേർക്കുനേർ നിന്ന് പൊരുതിയ ഒരു സംഘടനയാണ് ഞങ്ങൾ, ഒരിക്കലും ഭീരുക്കളല്ല, ഞങ്ങൾ CPM-ന്റെ മേധാവിത്വം അംഗീകരിച്ച് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് മുഖവിലേക്ക് തന്നെ എടുക്കേണ്ടി വരും. അത് ശരിയായിരിക്കും. അതിന്റെ ഒരു ധാർമ്മികത നൈതികതയൊക്കെ വേറെ പ്രശ്നം. ഇതാണോ യഥാർത്ഥ രാഷ്ട്രീയം എന്നുള്ള ചോദ്യം വേറെ. അതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്താന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോ അത്തരം രാഷ്ട്രീയത്തിനല്ല, ഞങ്ങളുടെ മുമ്പിലുള്ളത് ഒരു വലിയ എന്താ പറയാ ഒരു നവഭാരത സൃഷ്ടിയാണ്. ഒരു എന്താ പറയാ എല്ലാ അർത്ഥത്തിലും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു ഭാരതമാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തരം കേസുകളൊന്നും കൈകാര്യം അതിലല്ല ഞങ്ങളുടെ മുഖ്യമായ ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അതിലല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതൊരു മാറ്റമാണ്. ആ ഒരു സമീപനത്തെ നമുക്ക് അംഗീകരിക്കാൻ, സ്വാഗതം ചെയ്യാം. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇതൊരു ഇലക്ഷന്റെ സമയമാണ്.
വീണ്ടും ഒരിക്കൽ കൂടി കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയം വരുന്നു, ബോംബ് പൊട്ടുന്നു, ഒരു പ്രവർത്തകൻ മരിക്കുന്നു, ഒരു പ്രവർത്തകൻ വളരെ ഗുരുതരമായി പരിക്കേൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അറസ്റ്റിലാകുന്നു. ഈ ഒരു ഘട്ടത്തിൽ ആ ബോംബ് രാഷ്ട്രീയത്തെ വീണ്ടും ഒരിക്കൽ കൂടി കേരളം അല്ലെങ്കിൽ കണ്ണൂര് മേഖല ഈ ബോംബ് രാഷ്ട്രീയത്തിലേക്ക് പോകണം എന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുമ്പോൾ അതിൽ ഡിവൈഎഫ്ഐയുടെ നേതാക്കളും പ്രവർത്തകരും ഇൻവോൾവ്ഡ് ആകുമ്പോൾ അവരുടെ ഇടപെടലിനെ അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റിനെ, ആ വീട്ടില് MLA അടക്കം പോയതിനെ പാർട്ടിയും മുഖ്യമന്ത്രിയും ന്യായീകരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി പറയുന്നു രക്ഷാപ്രവർത്തനത്തിന് പോകാം, അതിന്റെ പേരിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ പോയത്. മുഖ്യമന്ത്രി പറയുന്നു അതൊരു ഒരു സാമാന്യ മര്യാദ മാത്രമാണ്, ഒരു ഭരണ വീട്ടിലേക്ക് MLA പോകുന്നത്. ഇതൊക്കെ വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരല്ലെങ്കിൽ അതിനെ ഈ രീതിയിലാണോ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക, ഈ രീതിയിലാണോ ചിത്രീകരിക്കാൻ ശ്രമിക്കുക? മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, ഡിവൈഎഫ്ഐ പോലും ഒടുവിൽ തള്ളി പറയുകയാണ്. ഡിവൈഎഫ്ഐയും CPM-ഉമായിട്ട് ഒരു ബന്ധവുമില്ല, അത് വേറെ പാർട്ടി അല്ലെങ്കിൽ വേറെ സംഘടന, ആ സംഘടനയ്ക്ക് അഫിലിയേഷൻ ഒന്നുമില്ല, CPM-ന് പോഷക സംഘടനകളില്ല എന്ന രീതിയിലേക്ക് പോലും ന്യായീകരണങ്ങൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കൊക്കെ അരിയാഹാരം കഴിക്കുന്ന കേരളീയർക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഡിവൈഎഫ്ഐയും CPM-ഉം തമ്മിൽ ഒരു ബന്ധമില്ല? ആ വിഷയത്തിലേക്കൊക്കെ നമുക്ക് വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരുന്നത് കൊണ്ടാണ് ഞാനൊരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങിയെത്താം. നാട്ടിലേക്ക് ഇറങ്ങുന്നു, കൃഷിവിളകൾ നശിപ്പിക്കുന്നു, ജനങ്ങളുടെ ജീവന് ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് തന്ന ഒരു ബൈറ്റ് അനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പുള്ളിയെ ആക്രമിച്ച് 2 മാസം പുള്ളി ചികിത്സയിലായിരുന്നു. അതുപോലെ ബൈക്ക് കാണുമ്പോൾ പിന്നാലെ ഓടി ചെല്ലുന്നു. അപ്പോ അതൊരു ബൈക്ക് യാത്രികനോ അല്ലെങ്കിൽ കാർ യാത്രികനോ ഒക്കെ പ്രതിരോധിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ആനകൾ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്ന ഒരു സാഹചര്യമാണ്. ഈ ആനയ്ക്ക് ആ പ്രദേശം മുഴുവൻ അറിയാവുന്ന ആനയാണ്, അല്ലെങ്കിൽ പ്രദേശത്തിൽ നാട്ടിൽ നാശം വിധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മയക്കുവെടി വെച്ചിട്ട് ആനയെ കടത്തിവിടണം അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറ്റി അയക്കണം എന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ടാണ്. കാരണം ആന 3 കിലോമീറ്റർ ദൂരത്തോളം കഴിഞ്ഞാലേ കോട്ടപ്പടി വനത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഈ പോകുന്ന പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഇപ്പോൾ കിണറ്റിൽ വീണ് മുറിവേറ്റ് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലുള്ള ആനയാണ്, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആനയാണ്. അപ്പോ അങ്ങോട്ട് ആന മടങ്ങി പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഒരു അക്രമാസക്തനായേക്കാം, അത്തരം ഭാവങ്ങൾ കാണിച്ചേക്ക് അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവരുടെ സ്ഥാവരജംഗമ വസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം. ഇങ്ങനത്തെ ഒരു സാഹചര്യം കൂടി മുന്നിൽ ആണ് നാട്ടുകാർ ഇങ്ങനത്തെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഇവിടുത്തെ എന്നുള്ളതല്ല, പ്രത്യേകിച്ചും വനത്തിനടുത്തുള്ള ഈ ജനവാസ മേഖലകളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ചൂട് കൂടിയിട്ടാകാം, ഭക്ഷണം തേടിയാകാം, കൃഷിവിളകൾ തേടിയാകാം. ആനയ്ക്ക് ഇഷ്ടമുള്ള കൃഷി വിളകളൊക്കെ ഉണ്ട് എന്ന് ചില മൃഗസ്നേഹികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അന്വേഷിച്ച് വരുന്നതാകാം. എന്തൊക്കെ തന്നെ ആയാലും വനം വകുപ്പ് ഇതിന് വേണ്ടത്ര കരുതലുകൾ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് ഒരു ആരോപണമല്ല. കാരണം ഈ ഒരു 1 മാസം മുൻപ് ആണ് ഇന്ദിര എന്ന് പറയുന്ന സ്ത്രീയെ കോതമംഗലത്ത് ഹിമാലയ മേഖലയോട് ചേർന്നുള്ള ഭാഗത്ത് ആന കുത്തിക്കൊന്നത്, നേരിമംഗലം ഭാഗത്തായിട്ട് ആന ചവിട്ടിക്കൊന്നത്. ആ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ അന്ന് അവിടുത്തെ ജനങ്ങളെല്ലാം ശക്തമായ പ്രതിഷേധമായിരുന്നു വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഉണ്ടാക്കിയത്. ഇനി ഈ വിളകളൊക്കെ നശിച്ചാലും എവിടുന്നെങ്കിലുമൊക്കെ വായ്പ എടുത്തും അല്ലെങ്കിൽ ഉള്ള സ്വർണവും വസ്തുവൊക്കെ പണയപ്പെടുത്തിയിട്ടും ഒക്കെ ആയിരിക്കാം ഇവര് ഉപജീവന മാർഗമാണ് ഇവരെ സംബന്ധിച്ച് കൃഷി. അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളപ്പോൾ ഈ വിളകളൊക്കെ നശിപ്പിച്ചാൽ തന്നെ അതിന് എത്ര നഷ്ടപരിഹാരം നൽകാനൊന്നും സർക്കാർ തയ്യാറാകുന്നില്ല, സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല, വനം വകുപ്പ് തയ്യാറാകുന്നില്ല, കൃഷി വകുപ്പ് തയ്യാറാകുന്നില്ല. ഈ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇവര് കാട്ടുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ജനതയാണ്. അതിന് പരിഹാരം ഉണ്ടായേ പറ്റൂ എന്ന് തന്നെയാണ് അവരുടെ ആവശ്യം. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, നമ്മുടെ തന്നെ ചർച്ചകളിൽ പലരും സൂചിപ്പിച്ച സാധനമാണ് റേഞ്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫെൻസിങ് ഉണ്ടാക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ ആനയ്ക്ക് നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും ബലമില്ലാത്ത ഫെൻസിങ്ങുകൾ നിർമ്മിച്ച്
കാട്ടാനകൾ വീണ്ടും കാട്ടിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്ന സാഹചര്യമൊക്കെ പിന്നെയും വനംവകുപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വഴിത്താരകൾ, ആനത്താരകൾ, ഇതൊക്കെ വ്യക്തമാകാത്ത വിധം അത് ജനവാസ അല്ലെങ്കിൽ ഇവരുടെ വനംവകുപ്പിലെ വാഹനങ്ങൾ അതുവഴി കടന്നു പോയിട്ട് അത് ഒരു ആൾത്താരയായിട്ട് മാറ്റുന്ന ഒരു സാഹചര്യം കൂടി മുന്നോട്ട്. ഇത്തരത്തിലൊക്കെ മൃഗങ്ങൾ അക്രമാസക്തരാവുകയും അല്ലെങ്കിൽ ഇത് പക്ഷെ ഭയം കൊണ്ടാകാം എന്തൊക്കെ സാഹചര്യങ്ങളായാലും ഇതിന്റെ എല്ലാ കോൺസിക്വൻസ് അനുഭവിക്കുന്നത് ജനങ്ങളാണ്. ആ ഒരു അങ്ങേയറ്റം കഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ചും ഓരോ ആളുകളും ഭീതിയോടെ ഈ പറയുന്നത് ഒന്ന് ശ്വാസം അടക്കി പിടിച്ചിരുന്നാൽ കേൾക്കുന്ന ശബ്ദമൊക്കെ വന്യമൃഗങ്ങളുടേതാണോ എന്ന ഭീതിയോടെ കൂടി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് അവരുടെ പ്രതിഷേധത്തിന് നമുക്ക് പ്രതിഷേധം കണക്കിലെടുക്കാതെ സർക്കാരിനും വനംവകുപ്പിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം അത് മയക്കുവെടി വെച്ച് പിടികൂടണം എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അതിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ വരേണ്ടതുണ്ട്. ഇനിയുള്ള മണിക്കൂറിലും അവിടെ ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള പ്രൈം ഡിബേറ്റ് തുടരുന്നു. എന്നോടൊപ്പം ഇപ്പോൾ ഇടത് സഹയാത്രികൻ ശ്രീ BN ഹസ്കർ കൂടി ചേരുന്നു. ശ്രീ ഹസ്കർ, ഇവിടെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു, അതിൽ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ആൾ കൊല്ലപ്പെടുന്നു, ഓടിയെത്തുന്നു എന്നതാണ് ആദ്യം പറയുന്നത്. മറ്റുള്ള ഡിവൈഎഫ്ഐക്കാർ അദ്ദേഹത്തെ സഹായിക്കാൻ രക്ഷാപ്രവർത്തനം നടത്താൻ ഓടിയെത്തിയെന്നാണ് പറയുന്നത്. ആദ്യം ഇത് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് പറയുന്നു, പിന്നെ പാർട്ടിയിലെ ആളുകൾ പിടിയിലാകുന്നു. ഇപ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ടത് ഡിവൈഎഫ്ഐയോടാണ് എന്ന് പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. എങ്ങനെ കാണണം ഈ നയത്തെ ശ്രീ BN ഹസ്കർ? ബോംബ് രാഷ്ട്രീയത്തോട് ഒരു വിയോജിപ്പ് എന്നത് CPM ആത്മാർത്ഥതയോടെ പറയുന്ന കാര്യമാണോ? അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷത്തിന്റെ ഇന്നലെ വരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിലും ഒരു അക്രമ രാഷ്ട്രീയം നടത്തുന്നതിന് CPM തയ്യാറെടുക്കുകയോ അതിനുവേണ്ടിയുള്ള പരമാവധി അത്തരം ഒരു സാഹചര്യം വന്നാൽ അത് ഒഴിവാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും CPM അനുവർത്തിച്ചു പോന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിൽ അക്രമ പ്രവർത്തനം നടത്തുന്നത് ചിലരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ ആഗ്രഹത്തിന്റെ ഇടയിൽ അങ്ങനെ വെട്ടിലാവാൻ, ആ ചൂണ്ടയിൽ കയറി കൊത്താൻ പാടില്ല. അങ്ങനെ അതാണ് ഇടതുപക്ഷത്തിന്റെ. പക്ഷേ ഈ ശ്രീ BN ഹസ്കർ, നമുക്ക് അറിയാലോ ഈ മൻസൂർ എപ്പോഴാണ് കൊല്ലപ്പെടുന്നത്? തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. അത് കഴിഞ്ഞാണ് മൻസൂർ കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ ഈ പെരിയയിൽ ഇരട്ട കൊലപാതകം നടക്കുന്നത് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് കുറച്ച് മുമ്പെയാണ്. അപ്പോൾ സമാനമായ രീതിയിൽ ആക്രമണോത്സുകത എപ്പോഴും ഉണ്ട് എന്ന ഒരു ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. ഇതിപ്പോ നമുക്കറിയാം, അനൂര സംഭവം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. CPM അകറ്റി നിർത്തിയിട്ടുള്ള മുൻ CPM പ്രവർത്തകരോ മുൻ CPM-ന്റെ എങ്ങനെയാണ് ശ്രീ ഹസ്കർ ഈ ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ഇവരുടെ വീട്ടിൽ പോകുന്നു? ഈ അകറ്റി നിർത്തിയ ആളുടെ വീട്ടിലേക്ക് പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പോകുന്നു, സുധീർ കുമാർ പോകുന്നു, ചെറുവാഞ്ചേരി LC അംഗം അശോകൻ പോകുന്നു, KP മോഹനൻ, അദ്ദേഹം വേറെ പാർട്ടിക്കാരനെന്ന് വിചാരിക്കും, MLA ആയതുകൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഈ അകറ്റി നിർത്തിയവരുടെ വീട്ടിൽ പോയി ഈ ശവസംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കാൻ CPM പ്രവർത്തകർ തയ്യാറാകുന്നത്? എങ്ങനെയാണ്? അങ്ങനെയല്ല, അതിനെ മറ്റൊരർത്ഥത്തിൽ വേണം കാണേണ്ടത്. കാര്യം പൊതുപ്രവർത്തകരാകുമ്പോൾ സ്വാഭാവികമായി മരണങ്ങൾക്കും വിവാഹങ്ങൾക്കും ഒക്കെ പങ്കെടുക്കുക എന്നുള്ളത് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പൊ അത്തരത്തിൽ ചില പൊതുപ്രവർത്തകർ ഇത്തരം സാഹചര്യങ്ങളിലാണെങ്കിൽ കൂടി അവിടെ പോകാറുണ്ട്. അങ്ങനെ പോകുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇനി ഏതൊരു വലിയ കൊടിയ കുറ്റവാളിയാണ് കൊല്ലപ്പെട്ടതെങ്കിൽ പോലും, അല്ലെങ്കിൽ വലിയ അപരാധം ചെയ്തൊരാൾ കൊല്ലപ്പെട്ടാൽ പോലും പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അവിടെ പോകുന്നതിന് ഒരു വിലക്കും ധാർമ്മികതയും ചേരാത്തതുമാണ് എന്ന് നമുക്ക് അങ്ങനെ വിലയിരുത്താനാവില്ല. അങ്ങനെ വിലയിരുത്തുന്നത് പോലും തെറ്റാണ്. മരണത്തോടുകൂടി എല്ലാ പകയും അവസാനിക്കുന്നു എന്നുള്ളതാണല്ലോ അടിസ്ഥാനപരമായി. അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാക്കളെ കുറിച്ച് ശ്രീ ഹസ്കർ എന്താണ് പറയുന്നത്? അല്ല, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവിടെ പാർട്ടി മനസ്സിലാക്കിയതും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് നാം കണ്ടതും, അവിടെ രാവിലെ ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ ആ വിവരമറിഞ്ഞ് ചെന്ന് ആളെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനെ പ്രതിയാക്കിയിട്ടുള്ളത്. ഇവർക്ക് ഒരു കാരണവശാലും പിന്നെ ജാമ്യം അനുവദിക്കരുത് എന്ന് പോലീസ് പറയുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ
ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബോംബ് നിർമ്മാണം നടത്തിയിട്ടുള്ളവർ, ബോംബ് നിർമ്മിക്കുന്നതിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നയം. അതിലേതെങ്കിലും വ്യക്തികളെ, പ്രതികളെ തെറ്റായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് പരിശോധിക്കാൻ സംവിധാനങ്ങളുണ്ടല്ലോ. ആ സംവിധാനത്തിലൂടെ പരിശോധിക്കുകയും അങ്ങനെ മലീഷ്യസ് ആയിട്ട് കേസ് പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രതിയുടെ നിയമപരമായ അവകാശമായ മലീഷ്യസ് പ്രോസിക്യൂഷൻ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ആ പ്രതിക്ക് അവകാശമുണ്ടല്ലോ. അത് ആ തരത്തിൽ തുടരുന്നതിന് യാതൊരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് അത്തരത്തിൽ തന്നെ കാണും അതില്ലേ. യെസ്, ഞാൻ എന്തായാലും താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഉല്ലാസ് ബാബു, അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന്, അതായത് പ്രതികളുടെ വീട്ടിൽ സന്ദർശിക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ പ്രതികൾ ആകേണ്ട ആളുകൾ മരിച്ചപ്പോൾ എല്ലാ തെറ്റും പോയി, അപ്പോൾ ആ വീട്ടിൽ സന്ദർശിക്കുന്നത് ഒരു തെറ്റില്ല. അവർ രക്ഷാപ്രവർത്തനത്തിന് പോയ ആളുകളാണ്, ഡിവൈഎഫ്ഐ നേതാക്കളായ ആളുകൾ അവിടെ അറസ്റ്റിലായിരിക്കുന്നത്. അവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പോലീസ് പറയുന്നതിനെയും അഷ്കർ അംഗീകരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് ശ്രീ ഉല്ലാസ് ബാബുവിന് മനസ്സിലാകുന്നത്? ഇത് ബോംബുണ്ടാക്കുമ്പോഴല്ല, തൊട്ടപ്പുറത്തെ വീട്ടിൽ സദ്യ ഉണ്ണുന്ന സമയത്ത് കൊണ്ടാട്ടമുളക് പൊട്ടിത്തെറിച്ചതാണെന്നും ഇവർ പറയും. കാരണം ഇവർക്കൊക്കെ ഇതിനെ നിസാരവൽക്കരിച്ച്, സാമാന്യവൽക്കരിച്ച് ഇതൊരു ചെറിയ കാര്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നു. എന്താണ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഹസ്കർ പറയുന്നത്? അദ്ദേഹത്തിന് അതേ പറയാൻ സാധിക്കുള്ളൂ, അദ്ദേഹം ആ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ് എന്നുള്ളത് ശരി. പക്ഷേ എങ്കിലും ഒരു സാമൂഹ്യ ശൈലിയുണ്ടല്ലോ സാർ. ഒരു ബോംബുണ്ടാക്കുന്നതിലാണ്, അല്ലാണ്ട് ഓസ്കാർ അവാർഡ് മേടിക്കാൻ പോകുമ്പോൾ ചവിട്ടി തട്ടി വീണിട്ടല്ല അവിടെ പ്രശ്നം ഉണ്ടായത്. അവിടെ ബോംബ് നിർമ്മിക്കുന്നു. എന്തിനാ ബോംബ് നിർമ്മിക്കണമെന്നറിയോ? റിമാൻഡ് റിപ്പോർട്ട് കണ്ടാൽ കൃത്യമായിട്ട് അറിയാം. അത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയമാണ് ഉണ്ട് അതിനകത്ത്. മറ്റുള്ളവരെ എറിഞ്ഞു കൊല്ലാൻ, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എറിയാനാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അത് എറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവിടെ അപകടം ഉണ്ടാവും, മരണം നടക്കും. അപ്പൊ ഒരു എതിരാളികളെ എറിഞ്ഞു കൊല്ലുന്നതിന് വേണ്ടി ഒരു ബോംബ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ രാജ്യദ്രോഹ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു. ആ പ്രവർത്തനം നടത്തിയ സമയത്ത് മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു പോയില്ലേ? സമാധാനത്തിന്റെ തൂവള്ളപ്രാവായിട്ടാണ് അദ്ദേഹം അവിടെ കടന്നു പോയതെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കും? യഥാർത്ഥനെ തല്ലിക്കൊന്ന വീട്ടിലേക്ക് സമാധാനത്തിന്റെ തൂവള്ളപ്രാവുകൾ ആരും എത്തിയില്ലല്ലോ. എന്താ മുഖ്യമന്ത്രിക്കൊന്നും പോകാൻ നോക്കിയില്ല. എന്നോട് ശ്രീ ഉല്ലാസ് ബാബു, എന്നോടൊപ്പം ഇപ്പോൾ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി അസഫ് അലി കൂടി ചേരുന്നുണ്ട്. ശ്രീ അസഫ് അലി, അങ്ങക്ക് എന്തു തോന്നുന്നു? ഈ CBI അന്വേഷണം വന്നാൽ ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരും എന്നാണോ ധരിക്കേണ്ടത്? സ്വാഭാവികമായും അത് CBI വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായത് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണെന്നൊരു പഴി കേരളത്തിൽ എല്ലാവരും കൊടുക്കുന്നുണ്ട്, മറ്റു മുന്നണിയിലുള്ളവർ. അങ്ങനെ ഇതിനപ്പുറത്തേക്ക് ഒരു വാസ്തവകരമായ ഒരു അന്വേഷണം, വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം നടത്തി ഇതാരെ ലക്ഷ്യമിട്ടാണ്, ആർക്കെതിരെയാണ് എന്ന തരത്തിലൊരു അന്വേഷണം ഉണ്ടാകുമെന്നാണോ അങ്ങ് കരുതുന്നത്? ഈ കണ്ണൂർ ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ചില ഒളിത്താവളങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ബോംബ് നിർമ്മിക്കുന്നത് ഒരു പുതിയ സംഭവമേ അല്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വേളയിൽ എതിരാളികളെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടി ബോംബ് നിർമ്മാണം എത്രയോ വർഷങ്ങളായി നടത്തി വരുന്നതാണ്. അതിൽ പോലീസിൻ്റെ റോളും ഞാൻ വിവരിക്കാം. 1999 സെപ്റ്റംബർ 23 തലശ്ശേരിക്കടുത്ത് കതിരൂറിൽ പുല്ലൂട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിൽ പൊട്ടിത്തെറിയുണ്ടായി. 2 ചെറുപ്പക്കാർ അന്നേരം തന്നെ മരിച്ചു. ഒരാളുടെ 2 കൈയും നഷ്ടപ്പെട്ടു. അദ്ദേഹത്തെ ഉടനെ തന്നെ മംഗലാപുരം ആശുപത്രിയിലേക്കാണ് നീക്കം ചെയ്തത്. ആരാണ് മംഗലാപുരം ആശുപത്രി കൊണ്ടുപോയത്? പാർട്ടിയാണ്. അവിടെ ഈ സംഭവം നടന്ന പിറ്റേ ദിവസം കേന്ദ്രമന്ത്രിയായിരുന്ന O രാജഗോപാൽ തലശ്ശേരി സന്ദർശിക്കുകയാണ്. അദ്ദേഹം പുല്ല്യോട്ട് ഈ സംഭവ സ്ഥലത്ത് പോയപ്പോൾ O രാജഗോപാലിനെ ഈ സംഭവ സ്ഥലത്തേക്ക് കയറ്റിയില്ല. മാർക്സിസ്റ്റ് പ്രവർത്തകന്മാരല്ല, പോലീസായിരുന്നു. ഇപ്പം പറഞ്ഞില്ലേ, ഒരു ദുഃഖം നടന്ന സ്ഥലത്ത് പോകുന്നതിൽ ആ ഭാഗമായി പോയതാണ്. ഇതുപോലൊരു ദുരന്തം നടന്ന സ്ഥലത്താണ് കേന്ദ്ര മന്ത്രിയായിരുന്ന O രാജഗോപാൽ പോയപ്പോൾ പോലീസ് തടഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോംബ് നിർമ്മാണം മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുകയാണ്. ആ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ 9 സ്റ്റീൽ ബോംബ്,
ഇതിൽ നിന്ന് ഒരാൾ മരിച്ചു, നിരവധി ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റി. എല്ലാം CPM-കാരാണ്. കേരളീയ സമൂഹത്തിന് വിശ്വസിക്കാൻ സാധിക്കുമോ ഇത് CPM-ന് പങ്കില്ല, ഇതൊരു യാദൃശികമായി ഉണ്ടായ സംഭവമാണെന്ന്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്ഫോടക വസ്തുക്കൾ എവിടുന്നാണ് ഇവർക്ക് കിട്ടിയത്? ഇവർക്ക് എവിടുന്നാണ് വെടിമരുന്ന് കിട്ടിയത്? എങ്ങനെയാണ് കുപ്പിച്ചില്ലുകളും മറ്റായുധങ്ങളും നിർമ്മിക്കാൻ വേണ്ടി കിട്ടിയത്? ഇതിന്റെ നോഹൗ ആരാണ്? ഇതിന്റെ ഫിനാൻസ് ആരാണ്? സാധാരണ പ്രവർത്തകന്മാർ ഒപ്പിച്ചെടുത്തതാണോ ഇത്? തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് എല്ലാ വാഹനങ്ങളും കർശനമായ പരിശോധനയാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒളിത്താവളങ്ങളിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബോംബ് നിർമ്മാണ കേന്ദ്രത്തിലെ സ്ഫോടനത്തിൽ അതിൻ്റെ വളരെ ദുഃഖകരമായ ഒരു കാര്യം, എതിരാളിയെ കൊല്ലാൻ വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത്. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് അതാണ്. എതിരാളി ആരാണ്? BJP അല്ല, RSS അല്ല. അവരുമായി CPM വളരെയധികം സൗഹൃദത്തിലാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും. അതിനൊരു കാരണവും പറയുന്നുണ്ട്. എതിരാളി എന്ന് പറയുന്നത് UDF പ്രവർത്തകന്മാരെയാണ്. UDF പ്രവർത്തകന്മാരെ രാഷ്ട്രീയ വൈരാഗ്യത്തിൽ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ മാർക്സിസ്റ്റ് പാർട്ടി നേരിട്ട് സംഘടിപ്പിക്കുന്ന ചില ഒളിത്താവളങ്ങളിൽ വെച്ചാണ് ഈ ബോംബ് നിർമ്മാണം നടത്തുന്നത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ അസ്കർ, നിങ്ങൾ ചോദിച്ചില്ലേ CBI? ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ അസ്കർ, അതാണ് ഒരു പ്രധാന ആരോപണമായി വരുന്നത്. ഈ UDF-നെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയത്. സ്വാഭാവികമായി ഈ ബോംബ് എന്തിനാണ് ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ആരാണ് ഇതിന് നിർദ്ദേശം നൽകിയത് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആരാണ് ഇതിന് സാമ്പത്തികമായി, ഇപ്പോൾ ശ്രീ ആസഫ് അലി ചൂണ്ടിക്കാണിച്ചതുപോലെ ആരാണ് ഇതിന് പണം നൽകിയത് എന്ന ചോദ്യം അവിടെ വിപുലമായുണ്ട്. ആരാണ് ഇതിന് പരിശീലനം നൽകുന്നത് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ ആ ഒരു ചെറിയ അന്വേഷണമായി അതങ്ങനെ കൊണ്ടുപോയി ചെറിയ സംഭവമാക്കി അതിനെ ഒതുക്കി കാണുന്നു. മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നാണ്. ശ്രീ അസ്കർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്ന്? നമുക്കിതിനെ ഒരു വിപുലമായ ക്യാൻവാസിൽ തന്നെ ഇത് പരിശോധിക്കപ്പെടണം എന്നുള്ളൊരു സംശയമില്ല. അക്രമ രാഷ്ട്രീയം എല്ലാ കാലത്തും ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. വരുന്ന തലമുറയെങ്കിലും രക്ഷിക്കുന്നതിന് വേണ്ടി അക്രമ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് അനിവാര്യത തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായും അത് എങ്ങനെ ചെയ്യാൻ കഴിയും? അത് ഓരോ പൊതുപ്രവർത്തകരും എടുക്കേണ്ട തീരുമാനമാണ്. UDF അങ്ങനെ ഇപ്പോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണെന്നും കോൺഗ്രസ് ഞങ്ങൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണെന്നും ഒന്നും കണ്ണൂരി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. UDF പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും എത്ര ബോംബ് കേസുകളിലാണ് കണ്ണൂരിൽ പ്രതികളായിട്ടുള്ളത്? എത്ര കൊലപാതക കേസുകളിൽ കണ്ണൂരിൽ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്? അപ്പൊ അതൊക്കെ നിത്യവും കണ്ണൂരിൽ നടന്നിട്ടുള്ളതാണ്. അത് സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിലാണ്. അപ്പോ അതിൽ ആരും അങ്ങനെ കൈകഴുകി രക്ഷപ്പെടാൻ നോക്കണ്ട. കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും സ്വാഭാവികമായി പ്രതിരോധിച്ചിട്ടുണ്ടാവാം. ആ പ്രതിരോധത്തിന്റെ ഭാഗമായി ചിലപ്പോ ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ബോംബ് എറിയുകയും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി വ്യത്യസ്തമാണ്. ആ സ്ഥിതി എന്ന് പറയുന്നത് CPM-നുള്ളിൽ പോലും വളരെ ആഭ്യന്തരമായി ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് അക്രമ രാഷ്ട്രീയത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഒരു സെക്കൻഡ് ശ്രീ ആസഫ് അലി, ഇത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയും. ഒരു കാര്യത്തിൽ അസ്കറിന് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ തിരിച്ചങ്ങോട്ടും അക്രമം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും RSSകാരും ഒക്കെ ബോംബുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എറിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അവരെ മാത്രം കുറ്റപ്പെടുത്തേണ്ട എന്ന നിലപാടാണ് ശ്രീ അസ്കർ എടുക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ചെറിയ അംശമെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ട സാഹചര്യം അദ്ദേഹം വരുത്തുകയല്ലേ? ശ്രീ ആസഫ് അലി, യെസ്, അങ്ങയുടെ ദൃശ്യത്തിൽ എന്തോ
പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് പോവുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ആ ന്യായവാദത്തെ ശ്രീ ജോർജ് പൊടിപ്പാറ എങ്ങനെ വിലയിരുത്തും? ഇത് എല്ലാവരും ബോംബുണ്ടാക്കുന്നുണ്ട്, എല്ലാവരും പരസ്പരം ആക്രമിക്കുന്നുണ്ട്, ചിലയിടത്ത് അങ്ങനെ പിടിച്ചു നിൽക്കാൻ രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട സവിശേഷ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി അക്രമത്തെയും ഇതുപോലെ ഇതിനെയെല്ലാം അവലംബിക്കുന്ന സംഘടനയാണ് ഇടതുപക്ഷം എന്നാണ് ശ്രീ BN ഹസ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹസ്കറുടെ ആ ന്യായീകരണത്തെ മുഖവിലക്കെടുക്കാൻ എളുപ്പമല്ല. അതിനെ അങ്ങനെ അങ്ങോട്ട് വളരെ നിഷ്കളങ്കമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ചരിത്രം നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. അതായത് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടാകാം, RSS നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ CPM ഉൾപ്പെട്ടിട്ടുള്ള ബോംബ് സ്ഫോടനമായാലും ശരി, ബോംബേറ് കേസുകളാണെങ്കിലും ശരി, അതിന്റെ എണ്ണം എടുത്തു നോക്കിയാൽ തീർച്ചയായിട്ടും CPM ഉൾപ്പെട്ട കേസുകളാണ് ഏറ്റവും കൂടുതൽ. ഇത്തരം ബോംബ് സ്ഫോടനത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ചരിത്രം പരിശോധിച്ചാലും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചാലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് CPM പ്രവർത്തകരാണ്, അല്ലെങ്കിൽ DYFI പ്രവർത്തകരാണ്. അത് ബോംബ് നിർമ്മാണ സമയത്തുണ്ടായ സ്ഫോടനങ്ങളുടെ കാര്യത്തിലായാലും ബോംബേറ് സംഭവങ്ങളിൽ ഉൾപ്പെട്ട കേസിലാണെങ്കിൽ ഇവിടെ പലപ്പോഴും നമ്മൾ രാഷ്ട്രീയമായിട്ട് പറയാറുള്ള ഒരു കാര്യം, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വശത്ത് കോൺഗ്രസ് ആണെങ്കിൽ മറുവശത്ത് CPM ആയിരിക്കും, ഒരു വശത്ത് RSS ആണെങ്കിൽ മറുവശത്ത് CPM ആയിരിക്കും. ഇത് കേരള രാഷ്ട്രീയത്തിൽ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് വാദിയായോ പ്രതിയായോ CPM ഇല്ലാത്ത ബോംബേറുകളും ബോംബ് സ്ഫോടനങ്ങളും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അത് ഞാനൊരു പാർട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ അസ്കർ പറയുന്ന, എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ്, ബഹുമാനമാണ്. അദ്ദേഹത്തിന് ഇപ്പൊ അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏകപക്ഷീയമായിട്ട് അദ്ദേഹത്തിന് CPM നടത്തിയ അല്ലെങ്കിൽ CPM ഇത് DYFI പ്രവർത്തകർ ചെയ്തത് അദ്ദേഹത്തിന് ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ഇത്തരം ന്യായീകരണങ്ങൾ അദ്ദേഹത്തിന് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഉല്ലാസ് ബാബു, ഈ അസ്കർ ഒരൊറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ആ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ എന്തായിരുന്നു ഇതിന്റെ ഒരു അത്യാവശ്യം? മുമ്പ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രിക്ഷൻ ഉള്ള ഒരു സമയത്ത് ഒരുപക്ഷെ നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത്തരം സംഗതികൾക്കൊന്നും പ്രസക്തിയില്ലാത്ത, അത്തരത്തിലുള്ള ഒരു കലാപാന്തരീക്ഷം ഇല്ലാത്ത കണ്ണൂരിൽ സമാധാനപരമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ പാരമ്യത്തിൽ നടക്കുന്ന വടകര പോലുള്ളൊരു മണ്ഡലത്തിൽ ഇപ്പൊ ഈ ബോംബ് ഉണ്ടാക്കിയത് നിഷ്കളങ്കമായിട്ടാണോ? ഇത് നാളേക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊന്നും ആണെന്ന് കരുതാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രസക്തി. ഇപ്പോൾ എന്തിനിത് ഉണ്ടാക്കി? അതിന്റെ ഒരു ആവശ്യം എന്തായിരുന്നു യഥാർത്ഥ ഉദ്ദേശം? ഇതിനാണ് ഉത്തരം. ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ശ്രീ ജോർജ് പൊടിപ്പാറ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ പോലീസിന് മുന്നിൽ വെക്കുമ്പോൾ അവരുടെ ഒരു വിശദീകരണം, ഈ കുയിമ്പിൽ ക്ഷേത്രത്തിലും അവിടെ പരിസരത്തൊരു സംഘർഷമുണ്ടായി, അതിനെ തുടർന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി. ആ അടികൂടിയതിൻ്റെ ഭാഗമായി ആണ് ഈ ബോംബ് നിർമ്മാണം നടത്തിയത് എന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു പ്രാദേശിക സംഘർഷത്തിൻ്റെ ഭാഗമായി തിരിച്ചടിക്കാൻ വേണ്ടി നടത്തി എന്നാണ് പറയുന്നത്. ഏതായാലും ഈ എതിർഭാഗത്ത് RSS BJP അനുകൂല ആളുകളാണ് നിൽക്കുന്നതെന്നാണ് പോലീസിൻ്റെ ഒരു അനുമാനം. എങ്ങനെയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ ഇങ്ങനെ ഏറ്റുമുട്ടുന്നു, അതിന് രാഷ്ട്രീയ പിൻബലമുണ്ടാകുന്നു, അവർക്ക് ബോംബുണ്ടാക്കാനൊക്കെയുള്ള ഒരു ആത്മധൈര്യം ഒക്കെ ഉണ്ടാകുന്നു, പിന്നീട് അവരെല്ലാം ഈ സംഭവം നടന്നതിന് ശേഷം വളരെ എളുപ്പത്തിൽ ഇതിൽ നിന്ന് ഊരി വരാം എന്ന് കരുതുന്നു, അവരുടെ ജാമ്യാപേക്ഷയൊക്കെ വന്നിരുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം എന്തിൻ്റെ ലക്ഷണമാണ്? മാത്രമല്ല, ഇതിൽ നിന്ന് ശ്രീ ഉല്ലാസ് ബാബു എന്താണ് ധരിക്കുന്നത്? ഇത് ആ പ്രാദേശിക സംഭവത്തിൻ്റെ എന്തെങ്കിലും ഇതിൻ്റെ പിന്തുടർച്ച ഈ ബോംബ് നിർമ്മാണവും ഉണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ടോ? മറുപടി പറയുന്നതിനേക്കാൾ മുമ്പ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബഹുമാനായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള അസഫ് അലി സാർ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP രാഷ്ട്രീയ സംവിധാനവും ഇടതുപക്ഷവും തമ്മില് യാതൊരുവിധ കാരണവശാലും ഇന്നെന്നല്ല ഒരു കാരണവശാലും നാളെയും ഒത്തുചേർന്ന് പോകാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഒരു തീരുമാനങ്ങളും ഈ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ളത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് അങ്ങേക്കും അറിയാം. അങ്ങ് അത് മറച്ചു വെച്ച് ശരിയായില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അസ്കർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിലെ ഒരു പ്രധാന 1-2 വിഷയങ്ങൾ പറയാം. അദ്ദേഹം പറഞ്ഞു അത് നിഷ്കളങ്കമായി ചെയ്തൊരു പ്രവൃത്തി എന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ ചുരുക്കി കാണിക്കാൻ ശ്രമിച്ചു. പരിപൂർണമായിട്ട് CPMന്റെ സമീപനമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പൊതുസമൂഹം കാണേണ്ടത് ബോംബുണ്ടാക്കുന്നത് ആളെ കൊല്ലാനാണ്. ആളെ കൊല്ലാനും വലിച്ചെറിഞ്ഞു കൊല്ലാനും ഉദ്ദേശിക്കുന്ന ആ
പ്രവർത്തിയെ വളരെ നിഷ്കളങ്കമായ രീതിയിൽ ഹസ്കർ കണ്ട് തെറ്റായി. രണ്ട്, മനു ചോദിച്ച ചോദ്യങ്ങൾക്ക് പോലീസിന്റെ വാദം പരിപൂർണമായിട്ട് ഇനിയിപ്പോ ചർച്ചയ്ക്ക് വേണ്ടി അത് രാഷ്ട്രീയത്തിന്റെ കാഠിന്യം അവർ കുറച്ച് കാണിച്ചു പറയുകയാണെങ്കിൽ പോലും ഇത് ചെയ്തത് ഇടതുപക്ഷമാണ്. ഇത് ആരുടെ മേത്തേക്ക് വലിച്ചെറിയാനായിരുന്നു? BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ മേത്തേക്ക് വലിച്ചെറിയാനായിരുന്നു. പിന്നെ ഇപ്പോ ഇവര് കേന്ദ്ര ഏജൻസി അന്വേഷണം നേരിടും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കേന്ദ്ര ഏജൻസി വന്നാലും കേരള ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ അജണ്ട പൊതുസമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് CPM ആണുള്ളത്, അതിൽ അവരെ കൃത്യമായി കുറ്റവാളികളുണ്ട്, അവർ ശിക്ഷിക്കപ്പെടണം. എന്താ സംശയം? BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ സംഘടനകളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഫ്ലക്സ് ബോർഡുകൾ, അഭ്യർത്ഥനകൾ, വികസന രേഖകൾ, ചിഹ്നങ്ങൾ ഇത്യാദി കാര്യങ്ങളാണ്. CPM-ന് മാത്രമാണ് എപ്പോഴും ഉള്ളത് ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എന്ന് പറയപ്പെടുന്നത് ഈ ഫ്ലക്സിന്റെയും ഈ അഭ്യർത്ഥനയുടെയും ഈ ചിഹ്നത്തിന്റെയും കൂടെ വടിവാളുകൾ, ബോംബുകൾ, വെട്ടോത്തികൾ, അരിവാളുകൾ ഇത്യാദി കാര്യങ്ങളും കൂടി അവർ ഉപയോഗിക്കും. കാരണം അവരുടെ രാഷ്ട്രീയ ശൈലി അങ്ങനെയാണ്. ശ്രീ ഉല്ലാസ് ബാബു, എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ മടങ്ങി വരാം. പ്രൈം ഡിബേറ്റ് ഒരു ചെറിയ ഇടവേളയിലേക്ക് പെട്ടെന്ന് മടങ്ങാം. പ്രൈം ഡിബേറ്റിലേക്ക് പോകില്ല എങ്കിൽ നാട്ടുകാരോട് പ്രതിഷേധിക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം അത് തുടരുകയാണ്. പ്ലാച്ചേരി ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ആനയെ മയക്കുപിടി വെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മൾ ഒരു ഏകദേശം 1:30 സമയത്തോടു കൂടിയാണ് ഇവിടെ ഈ ആന ചാടി എന്നുള്ള വിവരം അറിയുന്നത്. അപ്പൊ നമ്മൾ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ആന നാട്ടിലെ ഏറ്റവും പ്രശ്നക്കാരനായുള്ള ഒരു ആനയാണ്. എന്നെ തന്നെ ഈ ആന ഓടിച്ച് ഞാനൊരു 2 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിട്ടുള്ള ഒരു ആനയാണ്. നമുക്ക് ഈ ആനനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ആനനെ നമുക്ക് മനസ്സിലാക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആന ഇപ്പൊ വന്നേക്കുന്നത് ഏകദേശം 3 കിലോമീറ്ററോളം വനത്തിൽ നിന്ന് വിട്ടിട്ടാണ് ഈ ആന ഇപ്പൊ ഈ കിണറ്റിൽ വന്ന് ചാടിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യത്തിൽ ഈ ആനനെ മയക്കുപിടി വെച്ച് നമുക്ക് ഈ സാധനത്തിന് ഇവിടുന്ന് കൊണ്ടുപോകാം. കാരണം ഇത്രയും പ്രശ്നക്കാരാണ് ആന. കാരണം ബൈക്കിന്റെ പുറകെ ഓടിയെത്തുന്നു, ആൾക്കാരെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു 3-4 ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനായ ആനനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. മയക്കുപിടിച്ച് കൊണ്ടുപോകണം. ഇപ്പൊ ഇവിടുന്ന് കയറ്റിവിടാനുള്ള നടപടിയാണ് ഒരു ഫോറസ്റ്റുകാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് കയറ്റിവിട്ടാൽ തന്നെ ഏകദേശം 3 കിലോമീറ്റർ ജനവാസ മേഖലയിലൂടെ പോയാൽ മാത്രമേ ആനയ്ക്ക് വനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മയക്കുപിടി വെച്ച് തന്നെ ഈ ആനനെ ഇവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആവശ്യം. ആനശല്യം കണ്ടമാണ്. വെച്ചാൽ ഒരു 8-10 വർഷത്തിന് ഇടയ്ക്ക് ഭയങ്കര ശല്യമാണ്. ഇത് ഞങ്ങൾ ഇന്നല്ല, ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പ്രതീക്ഷിച്ച ഒരു സംഭവമാണ്. ഒന്നെങ്കിൽ ഒരു മനുഷ്യനെ ആന ചവിട്ടി കൊല്ലും, അല്ലെങ്കിൽ ഒരു ആന കിണറ്റിൽ വീഴും എന്നുള്ളത് ഞങ്ങൾ എന്നും പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ്. നേരം വിളിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് കേട്ടേക്കുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ആന എങ്ങനെ പോയാലും ഒരു ആന വീഴാനുള്ള ഒരു സാഹചര്യം അത്രയ്ക്ക് കൂടുതൽ ആന വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ നമുക്ക് പ്രശ്നമുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ആന കിണറ്റിൽ വീഴും എന്ന് നമ്മൾ വളരെ താല്പര്യത്തോടെയാണ് ഇരുന്നുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നാട്ടുകാരെ അറിയിക്കാനെങ്കിലും പറ്റുള്ളൂ. നമുക്കിപ്പോ ഈ ഒരു ആന വീണ് കിട്ടിയേക്കുന്നത് നമ്മുടെ ഈ ജനം ഇവിടെ ഇങ്ങനെ സംഭവം ഉണ്ടെന്നും നാട്ടുകാർ ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നുള്ളതും അറിയിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് ഇന്നാണ്, വർഷങ്ങൾക്ക് ശേഷം. ഞങ്ങൾ അതിനോട് സംസാരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പൊ നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. മെയിനായിട്ട് MLA ആൾക്കാരോ അല്ലെങ്കിൽ ബാക്കി ആൾക്കാരോ ഒന്നും എത്തിയിട്ടില്ല. നിലവിൽ പഞ്ചായത്ത് മെമ്പറോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലുള്ള ഉദ്യോഗസ്ഥർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അവർ വരുന്നതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും അവരോട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, നാട്ടുകാരുടെ നിലപാട് അത് വ്യക്തമാണ്, കൃത്യമാണ്. 3 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കിണറിന്റെ ഭാഗത്ത് നിന്ന് വനാതിർത്തിയിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ആനയെ രക്ഷപ്പെടുത്തി കയറ്റിവിടാനുള്ള ശ്രമം അത് നടക്കില്ല, മയക്കുവെടി വെക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ ഒരു സാഹചര്യത്തിൽ ഈ ആനയെ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം അത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വനം വകുപ്പിന്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിരന്തരമായ അവഗണനയ്ക്കെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ എൽദോ. അങ്ങനെ ആ ഒരു ഇങ്ങനെ തുടർച്ചയായി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, കൃഷിവിളകൾ നശിപ്പിക്കുന്നു, ജനങ്ങളുടെ ജീവന് ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് തന്ന ഒരു ബൈറ്റ് അനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് പുള്ളിയെ ആക്രമിച്ച് 2 മാസം
യെസ്, പ്രൈം ഡിബേറ്റ് തുടരുന്നു. ശ്രീ അസഫ് അലി, ഇപ്പോൾ ശ്രീ ഉല്ലാസ് ഉന്നയിച്ച ഒരു വിഷയമുണ്ട്. അങ്ങനെ ഒരു കാലത്തും CPM-ഉമായി ഒരു ധാരണയില്ല, അത് അങ്ങക്ക് തെറ്റായ ഒരു വിവരമാണ്. അങ്ങനെ ഒരു രഹസ്യധാരണ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ശ്രീ അസഫ് അലി അങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇലക്ട്രൽ പോളിറ്റിക്സിൽ CPM-ന് BJP കേരളത്തിലൊരു എതിരാളിയല്ല. അപ്പോൾ ഈ ഇലക്ഷനോടനുബന്ധിച്ചുണ്ടാക്കുന്ന ബോംബ് നിർമ്മാണം എന്തിനാണ്? അവരെ എതിർക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാനാണ്. അപ്പോൾ BJP മാർക്സിസ്റ്റ് പാർട്ടിയെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ എതിർക്കുന്ന ഒരു പാർട്ടിയേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടി ഈ ബോംബ് ഉണ്ടാക്കുന്നത് BJP ആക്രമിക്കാനല്ല. കാരണം സാധാരണഗതിയിലാണെങ്കിൽ ശരിയാണ്, ഒരാളെ കൊന്നു അതിന് പകരം വിട്ടുന്നുള്ളൂ. ഇത് ഇലക്ഷനാണ്. ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്രമം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ബോംബ് നിർമ്മാണം. ഒന്ന്. സെക്കൻഡ്ലി, എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് അഷ്കർ പറഞ്ഞു പ്രതിരോധത്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും പ്രതിരോധത്തിനല്ല. എൻ്റെ കയ്യിലൊരു കണക്കുണ്ട്. 2017 തൊട്ട് മുമ്പുള്ള 25 വർഷം കണ്ണൂരിൽ നടന്ന ആക്രമ രാഷ്ട്രീയത്തിൻ്റെ ഫലമായി കൊല്ലപ്പെട്ട 106 ആളുകളുടെ കണക്കിൽ അതിൽ 2 കേസിലാണ് കോൺഗ്രസ് പ്രവർത്തകന്മാർ പ്രതിയായിരിക്കുന്നത്. ഒന്ന് നാൽപ്പാടി വാസു കേസിൽ സുധാകരനെയും മറ്റും പ്രതിയാക്കിയത്, മറ്റൊന്ന് ഒരു സാവറി ഹോട്ടൽ ആക്രമണ കേസിൽ. ബാക്കിയെല്ലാം 10-28ഓളം കോൺഗ്രസ് പ്രവർത്തകന്മാരെ വെട്ടിക്കൊന്ന കഥകൾ നമ്മളെ മുന്നിലുണ്ട്. അതെല്ലാം പോട്ടെ. പിന്നെ ഈ ബോംബ് നിർമ്മാണം നടത്തുകയും ബോംബ് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളെ മാർക്സിസ്റ്റ് പാർട്ടി മഹത്വവൽക്കരിച്ചിട്ടുണ്ട്. അറിയുമോ നിങ്ങൾ? പാനൂർ ഹൈസ്കൂളിൽ ഒരു അധ്യാപകൻ ബോംബ് ബാഗിൽ വെച്ച് സ്കൂളിൽ പോയി, അവിടെ ബോംബ് സ്ഫോടനം നടന്നു. ആ അധ്യാപകൻ ഈ ഗവൺമെന്റ് കണ്ണൂർ ജില്ലയിലെ ഒരു മഹത്തരമായ പൊതുസ്ഥാനീയത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. അതൊരു റിക്കഗ്നീഷനാണ്. ഈ ആക്രമ രാഷ്ട്രീയത്തെ കൊണ്ടു നടക്കുന്ന ഉന്നതന്മാരായ ആളുകൾക്ക് പാർട്ടി നൽകുന്ന ഒരു വലിയ അംഗീകാരമാണ്. ഇനി വീണ്ടും പരിശോധിക്കാം പഴയ കഥകൾ. 1980 തലശ്ശേരിയിലെ പഴയ MLA MP രാജഗോപാലൻ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ കക്ഷത്ത് നിന്നൊരു ബോംബ് പൊട്ടി. ഇന്നും ഓർമ്മിക്കുന്നു. 2000 ഏപ്രിൽ 23 ഞാനും മുന്നത്തെ MLA KK ബാലകൃഷ്ണൻ മാസ്റ്ററും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അദ്ദേഹത്തെ കാണാൻ. മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് BJP-ക്കാർ ബോംബെറിഞ്ഞു എന്നാണ് അദ്ദേഹത്തിനെതിരെ. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് കക്ഷത്താണ്. അദ്ദേഹത്തിന്റെ ബാഗിൽ കൊണ്ടു നടക്കുകയായിരുന്നു ബോംബ്. എന്തിനാണ് ബോംബ് MLA കൊണ്ടു നടക്കുന്നത്? ഈ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഇത് CBI അന്വേഷിക്കണം. എന്തിനാണ് CBI അന്വേഷിക്കുന്നത്? ഇപ്പോൾ എടുത്തിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ, ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്താണ്? എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട്, സ്ഫോടക വസ്തു കൈവശം വെച്ച് ഉപയോഗിച്ചതിന്, പിന്നെ ഒരാൾ മരിച്ചതിന്റെ പേരിൽ 302, പിന്നെ പരിക്ക് പറ്റിയതിന്റെ പേരിൽ. അത് മാത്രമാണോ? ഇതിന്റെ പിന്നിൽ ഒരു വൻ ഗൂഢാലോചനയില്ലേ? ഈ ബോംബ് സ്ഫോടനം കശ്മീരിലോ മറ്റോ നടന്നെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? ഇത് ഭീകര പ്രവർത്തനം എന്ന് പറയും, ഭീകരാക്രമണം എന്ന് പറയും. 2009 UAPA സമഗ്രമായി ഭേദഗതി ചെയ്തപ്പോൾ അതിലെ 15-ാം വകുപ്പ്, ആ 15-ാം വകുപ്പ് പറയുന്ന എന്താണ്? സ്ട്രൈക്കിംഗ് ടെറർ ഓർ അറ്റംപ്റ്റ് ടു സ്ട്രൈക്ക് ടെറർ. ഭീകരത അടിച്ചുവിടുക, അല്ലെങ്കിൽ ബോംബ് ഉപയോഗിച്ച്, സ്ഫോടക വസ്തു ഉപയോഗിച്ച് ആളെ കൊല്ലുക, പരിക്കേൽപ്പിക്കുക. അതാണ് ടെററിസ്റ്റ് ആക്ട് എന്ന് UAPA പറയുന്നത്. അപ്പൊ ടെററിസ്റ്റ്, ഞാൻ ചോദിക്കട്ടെ, അലൻതാഹ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർ അവരെ കൈവശം ചില ലിറ്ററേച്ചർ വെച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുത്തു. അവരെ പേരിൽ UAPA ചുമത്തി. ആ കേസ് NIA കൊടുത്തു 24 മണിക്കൂറിന്റെ ഉള്ളിൽ. ഇവിടെ ബോംബ് നിർമ്മിച്ചു, കൈവശം വെച്ചു, ഒരാൾ മരിച്ചു, നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റി. ഈ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിന് ഫിനാൻസ് ചെയ്ത ആളെ, ഇതിന്റെ ഈ നോഹോ, ഇതിന്റെ സൂത്രവിദ്യ എവിടുന്ന് കിട്ടി? ഇവർക്ക് ആയുധങ്ങൾ എവിടുന്ന് കിട്ടി? ഈ കേന്ദ്രങ്ങൾ ആര് തുടങ്ങി? ഈ വക കാര്യങ്ങൾ അന്വേഷിക്കേണ്ട കോൺസ്പിറസി, ക്രിമിനൽ കോൺസ്പിറസി. ഈ 2 മറ്റേ റിമൈൻ റിപ്പോർട്ടും പരിശോധിച്ചാൽ നമുക്കറിയാം. ഇതിന്റെ ഗൂഢാലോചനയെ കുറിച്ച് പോലീസ് ഒന്നും പറയുന്നില്ല. ഈ ചെറിയ സംഭവമായിട്ടാണോ ഈ ഇത്രയും വലിയൊരു സംഭവം? ഇതൊരു ചെറിയ സംഭവം പോലെ ഒരു സാധാരണ ബോംബ് സ്ഫോടനമാക്കി മാത്രം കാണിക്കാൻ പറ്റുമോ? അല്ല.
ഞാൻ ചോദിക്കട്ടെ, ഈ ആക്രമണം നടന്നെടുത്ത് പോകുന്നത് മനുഷ്യത്വപരമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്തേ ഷുഹൈബ് മരിച്ചപ്പോൾ അവിടെ പോകാതിരുന്നത്? പേരിയിൽ 2 ചെറുപ്പക്കാരെ ഭീകരമായി വെട്ടിക്കൊന്നപ്പോൾ മുഖ്യമന്ത്രി ആ വീട്ടിന്റെ തൊട്ടടുത്ത് പോയി. അന്നത്തെ മന്ത്രി ചന്ദ്രശേഖരനെ വീട് സന്ദർശിച്ചു. മുഖ്യമന്ത്രി പോയി. എന്തേ ആ 2 വീട്ടിൽ പോയി ആ മരിച്ച കുട്ടികളുടെ മാതാപിതാക്കളെ സമാശ്വസിപ്പിച്ചില്ല? എന്തുകൊണ്ടാണ് ഷുഹൈബിന്റെ കുടുംബത്തിൽ പോകാതിരുന്നത്? അരിൽ ഷുക്കൂറിനെ ഒരു താലിബാൻ മാതൃകയിൽ വെട്ടിക്കൊന്നു. എന്തേ മുഖ്യമന്ത്രിക്ക് അപ്പോൾ ഈ രക്ഷാപ്രവർത്തനവും മാനുഷിക പരിഗണനയും ഇല്ലാതിരുന്നത്? അപ്പൊ ആക്രമകാരികളെ പരിപോഷിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, അവർക്ക് ആയുധമുണ്ടാക്കാൻ വേണ്ടി, ആയുധ ശേഖരം നടത്താൻ വേണ്ടി ബോംബ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഒരു സർക്കാരിന്റെ ഭരണം നടത്തുന്ന ഒരു പാർട്ടിയുടെ ആവിഷ്കാരത്തോടു കൂടിയാണ്. അതാണ് ഇതിന്റെ ഗൗരവം. അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ ക്രിമിനൽ കോൺസ്പിറസി പുറത്തു വരികയുള്ളൂ. ശ്രീ ഹസ്കർ, അതാണ് ശ്രീ അസഫ് അലി ഉന്നയിക്കുന്നത്. ഈ ബോംബ് നേരത്തെ പണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പലരും ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോൺഗ്രസ് പണ്ടൊക്കെ ഇതിൽ പ്രതികളായിരുന്നു, പക്ഷേ അടുത്ത കാലത്ത് ബോംബുമായി ബന്ധപ്പെട്ട അവരുടെ പേരുകൾ ഉയരുന്നില്ല. മാത്രമല്ല, ഈ കൊലയാളികളെയും ഇങ്ങനെ മരിച്ചവരെയും മഹത്വവൽക്കരിക്കുന്ന ഒരു കടമ CPM നിർവഹിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. വീരാരാധനയോടെ കാണുന്നു ഇത്തരം ആളുകളെ. ബോംബ് പൊട്ടി മരിച്ച അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ മരിച്ചുപോയ ആളുകളുടെ രക്തസാക്ഷി ദിനം വരെ ആചരിച്ചു എന്നൊക്കെ കോൺഗ്രസ് പല ഘട്ടങ്ങളിലും ആരോപണമായി ഉന്നയിക്കുന്നും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനെ എന്തുകൊണ്ട് CPM അങ്ങനെ കൈയൊഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇത് പഴയ സാഹചര്യം മാറി ആളുകൾ പുതിയ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ കുറേ കൂടി ഒരു സംയമനം അല്ലെങ്കിൽ കുറേ കൂടി ഉത്തരവാദിത്വ ബോധം ഉണ്ടാകണം എന്ന് നമ്മളൊക്കെ ധരിക്കുന്ന CPMന്റെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ചോദ്യം. പുതിയ കാലഘട്ടത്തിൽ പുതിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കുകയും അത്തരത്തിൽ മാറ്റങ്ങൾ ഇടതുപക്ഷ മനസ്സുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ രാഷ്ട്രീയ അക്രമങ്ങൾ നടത്തുകയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുകയോ ചെയ്യുമ്പോൾ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സജീവ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു എപ്പോഴും പ്രതികളാക്കപ്പെട്ടിട്ടുള്ളത്. അവരാണ് ഇത്തരം കൊലപാതക കേസുകളിലും അതുപോലെ ഓരോ അക്രമ കേസുകളിലും ഒക്കെ പ്രതികളായിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്തെ അതിനൊരു മാറ്റം കേരള സമൂഹത്തിൽ ആകമാനം വന്നു. ഏതു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിൽ CPMഉം കോൺഗ്രസും BJPയും അടക്കമുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അടക്കം നടത്തുന്ന സമീപനം എന്ന് പറയുന്നത് ഗുണ്ടാ സംഘങ്ങളെ ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നതിന് ആശ്രയിക്കുന്നു എന്ന ഗൗരവതരമായ ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതൊരു വസ്തുത കൂടിയാണ്. അതിനെ കൂടി വിസ്മരിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ കടന്നു പോകാനാവില്ല. സ്വാഭാവികമായും അത്തരം ഗുണ്ടാ സംഘങ്ങൾ അവർ രാഷ്ട്രീയ തണലിൽ വിശ്രമിക്കുകയും ആവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ അവരുടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടി അക്രമം നടത്തുകയും ജയിലിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുടനീളമുണ്ട്. പക്ഷെ അതിനടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഗുണ്ടാ സംഘങ്ങൾ കൂലിപ്പട്ടാളമായോ അല്ലെങ്കിൽ കൂലിപ്പടയാളികളായോ മറ്റുള്ളവരെ ആക്രമിക്കുന്നതിനു വേണ്ടി കൊട്ടേഷൻ എടുക്കുന്ന സാഹചര്യവും കേരളത്തിൽ കണ്ടുവരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഗുണ്ടാ സംഘങ്ങൾ അവരുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുകയും ആയുധങ്ങൾ സംഭരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഒടുവിൽ ഈ പാനൂരിലടക്കം നടന്ന ഈ ബോംബ് സ്ഫോടനത്തെയും നമുക്ക് അങ്ങനെ മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യവുമില്ല. മാത്രമല്ല, കണ്ണൂരിലെയും അതുപോലെ തന്നെ വടകരയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളുടെ സമീപത്താണ് ഈ പാനൂർ സ്ഥിതി ചെയ്യുന്നതും ഇത്തരം ഒരു ആക്രമണ സംഭവം നടക്കുകയും ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയപരമായി CPM നേതൃത്വം അറിഞ്ഞോ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വം അറിഞ്ഞോ ഇത്തരം ഒരു ബോംബ് നിർമ്മാണം നടത്തുകയോ നടത്തേണ്ട ആവശ്യകതയോ ഇല്ല. ഏതായാലും നമുക്ക് സമയം അവസാനിക്കാറായി. എനിക്ക് 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ എങ്ങനെ ഇത് ഈ ശ്രീ ഹസ്കറിന്റെ ഈ വാദത്തെ കാണും? CPMന് അതിന്റെ ഒരു ആവശ്യമില്ല, അവർ ജയിക്കും എന്നവർക്ക് തികഞ്ഞ ആത്മവിശ്വാസം. വാദമല്ല ശ്രീ മനു, ഹസ്കറിന്റെ തിരക്കഥ എന്ന് പറയും മനോഹരമായിട്ടുണ്ട്. നുണക്കഥയാണെങ്കിലും ആ തിരക്കഥ എന്ത് മനോഹരമായിട്ടാണ് ഒരു ഇല്ലാവചനത്തെ കൃത്യമായിട്ട് നടക്കാത്ത ഒരു സംഭവമാണ് എന്ന രീതിയിൽ വരുത്തി തീർത്തൊരു തിരക്കഥയൊരുക്കിയത് ഹസ്കർ. ഗംഭീരമായിരിക്കുന്നു കേട്ടോ. കേരള ജനം എന്തായാലും വിശ്വസിക്കും. ശ്രീ ജോർജ് പൊടിപ്പാറ എങ്ങനെ അതിനെ കാണുന്നു? അതിൽ രാഷ്ട്രീയമില്ലാത്ത മുഖ്യമന്ത്രിയുടെ വാദമാണ് ഹസ്കർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ
സ്വാഭാവികമായിട്ട് ഹസ്കറിനെ അങ്ങനെ തന്നെയല്ലേ ബാധിക്കാൻ പറ്റുള്ളൂ. അത് ഈ ഇലക്ഷന്റെ നടുമുറിയിൽ, മറിച്ച് അത് ആസൂത്രിതമായിട്ട് നടത്തിയൊരു ബോംബ് നിർമ്മാണമാണ് എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അതേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹായത നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ സത്യം നമുക്കറിയാം, ഇത് വളരെ നിഷ്കളങ്കമായി നിർമ്മിച്ച ഒരു സാധനമല്ല, പ്രതിരോധത്തിനും അല്ല. കാരണം പ്രതിരോധിക്കേണ്ട അന്തരീക്ഷമൊന്നും അവിടെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ്. എന്തായിരുന്നു ഉദ്ദേശം? ആരെ ആക്രമിക്കാനാണ്? അതോ ഇലക്ഷന് ശേഷം, റിസൾട്ടിന് ശേഷം കരുതി വെക്കുന്നതാണോ? അതോ പോളിംഗ് ഡേറ്റിൽ പണ്ടൊക്കെ ഇങ്ങനെ അവരുടെ വോട്ടുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടുകളെല്ലാം ചെയ്തു തീർന്നു എന്ന് പറഞ്ഞാൽ പോളിംഗ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ 2 ബോംബ് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി വോട്ടർമാരെ അകറ്റി നിർത്തുന്ന ഒരു രീതിയൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ അതൊന്നും അത്ര കാണാറില്ല, അത് അത്ര വില പോകാറുമില്ല. ജോർജ് പൊടിപ്പാറ, നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും ചർച്ച ചെയ്തിരുന്നു. പാനൂർ സ്ഫോടനം അന്വേഷിക്കാൻ CBI അന്വേഷണം ആവശ്യമാണോ എന്നായിരുന്നു ചോദ്യം. അതിൽ 88% ആളുകൾ അത് ആവശ്യമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 10% ആളുകൾ പക്ഷേ അത് ആവശ്യമില്ല, സംസ്ഥാന പോലീസിന് തന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 2% ആളുകൾ ഒരഭിപ്രായവും ഇല്ല എന്ന തരത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. വളരെ നന്ദി. എന്നോടൊപ്പം ചേർന്ന അതിഥികൾ അഡ്വക്കേറ്റ് BN ഹസ്കർ, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ T. ആസഫ് അലി, ഒപ്പം BJP നേതാവ് ഉല്ലാസ് ബാബു. ഇന്നത്തെ പ്രൈം ഡിബേറ്റ് ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.